പക്ഷേ ഇറാൻ ബാക്കിയുണ്ടാകില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഇറാൻ ആണവായുധം ഉപയോഗിക്കുമെന്നുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ കടുത്ത രീതിയിലുള്ള ഒരുപാട് ഉപരോധങ്ങൾ ആണവ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത്. തന്നെ വകവരുത്താനാണ് ഉദ്ദേശമെങ്കിൽ ഇറാനെ മുഴുവനായിട്ടും തീർത്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ്. ഇത് എന്ത് പ്രത്യാഘാതമാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുക? ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയ ഒന്നാണ് ട്രംപിൻ്റെ അധികാരാരോഹണം. ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ ലോകഭൂപടം മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മാത്രമല്ല, അതൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് നിരവധി അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായിട്ട് വിമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കരുതിയിരുന്നത് ട്രംപും മോദിയും ബായി പറഞ്ഞ് ചിരിച്ച് കളിച്ച് ജീവിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്ന് കരുതിയിരുന്നു. പക്ഷേ അതല്ല സത്യം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആളുകളൊക്കെ അവിടെ നിന്ന് പിറക്കി വിമാനത്തിൽ എറിഞ്ഞ് ഇങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രസ്താവനയാണ് പനാമ കനാൽ എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. കാനഡ എന്ന് പറയുന്നത് അമേരിക്കയുടെ 51ാം സംസ്ഥാനമായിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ട്രംപ് വെറുതെ പറച്ചിലല്ല നടത്തുന്നത്, അത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ട്രംപ് പറയുന്നത് എനിക്ക് ഇത്തരം രീതിയിലുള്ള ഉപരോധങ്ങളൊക്കെ ഇറാൻ്റെ മുകളിലൊക്കെ കൊണ്ടുവരുന്നതിൽ അതിയായ ദുഃഖമുണ്ട് മനസ്സുകൊണ്ട്. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് കടക്കുന്നത്. അതായത് ലോകത്ത് സന്തോഷം വേണമെങ്കിൽ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഒടുങ്ങണം എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അല്ലേ, ലോകത്ത് ഈ തീവ്രവാദം ഉണ്ടാക്കിയ വലിയ ഒരു പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ പ്രശ്നം എന്ന് പറയുന്നത് 2011 അമേരിക്കയിലെ ടവറുകളെല്ലാം ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രവാദികൾ തകർത്തു. നമുക്കറിയാം, വിമാനം ഇടിച്ചിറക്കിയത് തകർത്തു. അതിനുശേഷം വലിയ മാറ്റമാണ് പിന്നീട് ലോകത്തുണ്ടായത്. അതിനുശേഷമാണ് വലിയ തോതിൽ അമേരിക്ക ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരെ പടനീക്കം തന്നെ നടത്തിയത്. അങ്ങനെ പല രാഷ്ട്രങ്ങളെയും തകർത്ത് തരിപ്പണായി. ഇറാഖൊക്കെ ഒന്നും അല്ലാതെ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇനി ഇറാനാണ് ഒരു സൈനിക ശേഷിയിൽ ഉയർന്നു നിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാം രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ കാര്യമാത്രമായിട്ട് ഈ ലോകത്തുണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റേ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അവർക്കൊരിക്കലും മിലിറ്ററി പവർ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അപ്പോൾ ആ മിലിറ്ററി പവർ ഇപ്പോൾ നിലവിലുള്ളത് ഇറാൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഇറാനെതിരെ ഇങ്ങനെയുള്ള ആക്രോശങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് മാറുകയില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു സന്ധി സംഭാഷണത്തിൻ്റെ രൂപത്തിലേക്ക് അത് ഡിവേറ്റ് ചെയ്യുന്നുള്ള കാര്യം കുറച്ച് ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കാനഡയ്ക്കെതിരെ 25% നികുതി അടിച്ചില്ല. ആ കാനഡക്കാരെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമേരിക്കയുടെ കുറേ ഉൽപ്പന്നങ്ങൾക്ക് എതിരെയും ഇതേപോലെ തന്നെ ഉയർന്ന നികുതി അടച്ചു. അങ്ങനെ അതൊരു വലിയ ശത്രുതാരമായിട്ടുള്ള സമീപനത്തിലേക്ക്. അല്ല, ഇറാനെതിരെ റഷ്യയും അതോടൊപ്പം തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് പല രീതിയിൽ. അതായത് ഇറാനെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. അതിന് ട്രംപ് വലിയ രീതിയിൽ സഹായകരമായിട്ടുമുണ്ട്. അത് ലോകത്തിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നമ്മൾ വിചാരിച്ച രീതിയിലല്ല ഇപ്പോൾ ആളുകൾ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇറാൻ ഇങ്ങനെ വലിയ തരത്തിൽ ഭീഷണി നേരിടുമ്പോൾ ഇറാനെ സഹായിക്കാൻ ചൈന എത്തും എന്ന് കരുതിയിരുന്ന ആളുകളുണ്ട്. ചൈന എത്തുന്നില്ല, റഷ്യ എത്തുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ചയുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ആര്? റഷ്യ, അമേരിക്ക, ചൈന, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ തമ്മിൽ. കാരണം ഇവരൊക്കെയാണ് ലോകത്തെ വൻ ശക്തികളെന്ന് പറയുന്നത്. ആ ശക്തികൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയുണ്ട്. ചെറിയ ചെറിയ കക്ഷികളെയൊക്കെ ഇല്ലായ്മ ചെയ്യുകയും ഇവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ശക്തിയാണ് ഇറാൻ എന്ന് തോന്നിയാൽ ആ ഇറാനെ അവർ
ശരിപ്പെടുത്തി കളയും എന്നുള്ള കാര്യം തർക്കമില്ല. ഇസ്രായേൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിന് എല്ലാ സഹായം ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ ഇവരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇസ്രായേലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ആ ഇസ്രായേലിനെയും ശരിപ്പെടുത്താനായിട്ട് ഈ രാഷ്ട്രങ്ങൾ തയ്യാറാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണ് ലോക രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകശക്തികൾക്കിടക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആർക്കും ഇത് കാണാതിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. റഷ്യ ആയിക്കഴിഞ്ഞാലും ചൈന ആയിക്കഴിഞ്ഞാലും അമേരിക്ക ആയിക്കഴിഞ്ഞാലും ഇവരെല്ലാം ഏതാണ്ട് ഒരേപോലെ നിന്ന് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ശാക്തിക രൂപീകരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറാന് ഇത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ വരും ദിവസങ്ങൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസങ്ങളാണ്. ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഒരു പ്രകോപനപരമായിട്ടുള്ളൊരു പെരുമാറ്റം കാഴ്ചവെക്കുകയാണെങ്കിൽ ട്രംപും അനങ്ങാണ്ടിരിക്കില്ല. ട്രംപിൻ്റെ മനസ്സിലുള്ളൊരു ഭീതി എന്ന് പറയുന്നത് തന്നെ കൊല്ലാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് ഇറാൻ തുടരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പല നീക്കങ്ങളിലൂടെ. പലതും താൻ പുറത്തുവിടുന്നില്ല, പലതും എൻ്റെ കയ്യിലുണ്ട്, എന്തൊക്കെയാണ് അത്തരം റിപ്പോർട്ടുകൾ എന്നുള്ളത്. അപ്പോൾ എന്നെ കൊല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇറാൻ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കാനുള്ള എല്ലാ പദ്ധതികളും ഇപ്പോൾ തന്നെ ഞാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഈ ഭരണാധികാരികൾ അവരുടെ നിഴലിനെ പോലും ഭയപ്പെടുന്ന രീതിയിലേക്ക് വന്നാൽ ഭയം അത് വലിയ പ്രശ്നമാണ്. കാരണം ട്രംപ് അദ്ദേഹത്തിൻ്റെ നിഴലിനെ വരെയും സംശയിക്കാനും ഭയപ്പെടാനും ഒരുപാട് അറ്റാക്ക് ഇതിനിടയിൽ ഉണ്ടായി. അല്ല, ഇപ്പോൾ അയാളെ വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. ആദ്യത്തെ എന്ന് പറഞ്ഞത് ജനുവിനായിരുന്നു എന്നാണ് പൊതുവെ നമ്മൾ അന്വേഷണം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ചെവി ഇവിടെ അറ്റത്ത് സ്പർശിച്ചാണ് കടന്നുപോയത്. പിന്നീട് മറ്റൊരാക്രമണം എന്ന് പറഞ്ഞതിനിടയിൽ അതൊരു ഷോ ആയിരുന്നു പിന്നീടുണ്ടായത്. അപ്പോൾ ഒന്ന് യഥാർത്ഥത്തിലുള്ളതും മറ്റൊന്ന് ഫ്രോഡും ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടക്കുകയാണെന്ന് വെച്ചതിനിടയിൽ, അതായത് യഥാർത്ഥത്തിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ശരിക്കും എന്ത് ചെയ്യുന്നു വെച്ചതിനിടയിൽ വളരെ കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. അതായത് അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരെ ശത്രുക്കളുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഇറാൻ എന്നൊക്കെ പറഞ്ഞതിനിടയിൽ പുറത്തുള്ള കക്ഷികളല്ലേ, അമേരിക്കക്കകത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ ശത്രുക്കളുണ്ട് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റുന്ന ഒരു കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത നിരവധി അമേരിക്കൻ പ്രസിഡന്റുമാരും അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റുമാർ എന്ന് പറയുന്നത് ശത്രുവിൻ്റെ വെടിയേറ്റ് മരിച്ചവരാണ് പലരും. അതുകൊണ്ട് ട്രംപും അങ്ങനെ മരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമെന്ന് കരുതപ്പെടേണ്ടതില്ല. അത് ട്രംപിന് പോലും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു ചരിത്രം അമേരിക്കൻ പ്രസിഡന്റുമാർക്കുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഏത് സമയത്ത് വേണമെങ്കിലും വെടിയേൽക്കപ്പെടാം. മാത്രമല്ല കൊല്ലപ്പെടുമോ എന്നൊക്കെ ഇപ്പം പലരും ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുകയാണ്, അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, പലരും ചിന്തിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്കറിയാം, അമേരിക്കയിലെ പല ആളുകളും ഈ തോക്കായിട്ട് നടക്കുന്ന ആളുകളാണ്. സ്കൂളുകളിലൊക്കെ ചുമ്മാ കയറി ചെന്ന് കുറേ കുട്ടികളൊക്കെ വെറുതെ വെടിവെച്ച് കൊല്ലുന്നതായിട്ടുള്ള എത്രയോ ഭ്രാന്തന്മാരുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നതാണ്. മറ്റ് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നമ്മുടെ ഇവിടെ കത്തിയായിട്ടാണ് ആളുകൾ നടക്കുന്നത്. അപ്പോൾ അത് മാറി അവിടെ അത് കൈത്തോക്കായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതു സമയത്തും ആർക്കും വേണമെങ്കിൽ എത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു വലയും തനിക്ക് ചുറ്റുമുണ്ട് എന്ന് കരുതിയാൽ പോലും ഒരു വെടിയുണ്ട തൻ്റെ ഹൃദയത്തെ തുളച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് എന്ന് കരുതുന്ന ഒരാളാണ് ട്രംപ്. അതാണ് ട്രംപിൻ്റെ പ്രശ്നം. ഇപ്പോൾ അവിടെ പെട്ടെന്നുണ്ടായ ഒരു വിമാനാപകടം എന്ന് പറയുന്നത് അതുപോലും ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നതാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. കാരണം ഏതോ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ട്രാൻസ്ജെൻഡർ ഉദ്യോഗസ്ഥ അതിൻ്റെ പിന്നിൽ ഒക്കെ കളിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. കാരണം അദ്ദേഹം ട്രാൻസ്ജെൻഡർ ഇല്ലാതാക്കി, ട്രാൻസ്ജെൻഡർ ഇല്ല അമേരിക്കയിൽ, ഇത് വേണ്ട എന്ന് പ്രഖ്യാപിച്ചവരുടെ അവരുടെ ഒരു വൈരാഗ്യം. അങ്ങനെ പലരുടെയും വൈരാഗ്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ശേഖരിച്ച് വെക്കുകയാണ്, ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരൂ എന്നും പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് ഒരു ദിവസം ഒരു വെടിയേണ്ട രൂപം പ്രാപിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ കാര്യങ്ങൾ പോകാതിരിക്കുന്നതാണ് ലോകത്തിന് നല്ലത്. കാരണം ഒരു അമേരിക്കൻ പ്രസിഡൻറ്റ് വീണ്ടും വെടിയേറ്റ് മരിക്കുന്നത് താങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇന്നത്തെ ലോകം എന്ന് പറയും. നമുക്കൊക്കെ സമാധാനപൂർവ്വമായിട്ട് ജീവിക്കേണ്ടതൊരാവശ്യമാണ്. അപ്പോൾ സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഇറാനുമായിട്ട് സഹകരിക്കും എന്ന ഒരു കാഴ്ചപ്പാട് ട്രംപ് പുലർത്തുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ വളരട്ടെ, വികസിക്കട്ടെ
എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി മിണ്ടാണ്ട് അനങ്ങാണ്ട് അവിടെ ഇരുന്നോ ഇറാനെ, അതെ എന്നെ പ്രകോപിപ്പിക്കരുത് എന്നാണ് ട്രംപ് പറയുന്നത്. അതെ, ഇറാൻ എന്തായാലും പ്രകോപിതമാകാതിരിക്കട്ടെ എന്നാണ് നമുക്ക്. കാരണം ഇതൊക്കെ ഈ ഇവർക്കൊക്കെ ഭ്രാന്ത് പിടിച്ചാൽ അതിൻ്റെ നഷ്ടം മുഴുവൻ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്. അവിടെ ട്രംപ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഉടനെ നമ്മുടെ വിപണിയിൽ പ്രശ്നങ്ങളാണ്. നമുക്ക് വലിയ തരത്തിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നു, നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നു. അതൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ശരി.